പേര് മാർട്ടിൻ. അപ്പന്റെ പേര് പാപ്പി, ജപ്പാൻ പാപ്പി. അടുത്ത ആള് നാരായണൻകുട്ടി. അപ്പന്റെ പേര് ഉറക്കെ പറടാ. കേശവൻ. ഭീവർ സുനാളാ ലെഫ്റ്റ് സൈഡാ പിടിക്കാം. ഇവിടെ മാറാ ഇടിച്ചതിന്റെ ഡഗടിയേ നീ ഇതിനിടയ്ക്ക് അറിയണേ. ഹാപ്പി ആയിട്ടിരിക്കടാ. നിലവിളിക്കില്ലേ? മനുഷ്യനെ പേടിപ്പിക്കില്ലടാ. നിന്റെ കണ്ണിപ്പൊ പുറത്തിയാടൂലോ. നീ കാലത്ത് മുതൽ കരയണതാണല്ലോ. എന്താ നിന്റെ പ്രശ്നം? എന്നിട്ട് നിന്റെ പേര് നീ എങ്ങനെ ഉള്ളിലായേ? എൻ്റെ പേര് നാരായണൻകുട്ടി. ഈഞ്ചം കൊണ്ട് പേരാണല്ലോ. ഇനി നീ ആ സ്റ്റോറിയാ പറഞ്ഞേ. ആ എനിക്ക് ടൗണിലൊരു ഷോപ്പുണ്ടേ, ആ ഇലക്ട്രോണിക് ഷോപ്പ്. ഇതെന്നെ തോന്നുന്നു. നീ കാശ് പിടിച്ചേ, നീ എന്നെ കൊടുത്താട്ടാ. നീ ചോദിക്ക്. ചേട്ടാ, ഇവിടെ അല്ലേ ക്യാമറ ഒക്കെ പിടിപ്പിച്ചിരുന്ന സ്ഥലം? അതെ. ഇതെല്ലായിടത്തും വെക്കാൻ പറ്റുമോ? പിന്നെ ഇത് പാനൽ വെക്കാം, വാച്ചിൽ വെക്കാം, കുടുക്കില്ലേ അതിൽ വെക്കാം, എവിടെ വേണേലും വെക്കാം. ഈ സോപ്പെട്ടിയിൽ വെക്കാൻ പറ്റുമോ? ഓ, വെക്കാലോ. ഇതേ റെസ്റ്റോറന്റിലെ റൂം ക്ലീനേഴ്സായ രാജീവ് സിജോയുമാണ് ഇപ്പോൾ ഒളിക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിരിക്കുന്നത്. ബാത്റൂമിൽ സോപ്പ് വീട്ടിക്ക് അകത്താണ് അവർ ക്യാമറ സ്ഥാപിച്ചിരുന്നത്. നഗരത്തിലെ ഹോട്ടലുകളിൽ ഇത് ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവം അല്ലാതായിരിക്കുകയാണ്. ഇത്തരം ഒളിക്യാമറ വിവാദങ്ങൾ ഏറി വരുന്ന സാഹചര്യത്തിൽ ഇതിനു പിന്നിൽ വൻ മാഫിയ തന്നെയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിപ്പോ അവനുണ്ടാക്കിയെന്ന് അവരെങ്ങനെ അറിഞ്ഞേ? നീ എന്തിനാണ് സ്റ്റിക്കർ ഒട്ടിച്ചേ? കടയ്ക്ക് ഒരു പബ്ലിസിറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ.